ആ ഓക്കെ 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 ശരി ശരി ശരി. ഞാൻ അതല്ല പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്ക് എന്ന് പറഞ്ഞില്ലടാ ഞാൻ വന്നേ. അനൗൺസ്മെന്റ് വന്നായിരുന്നോ? ഞാനും കണ്ടില്ല ഇപ്പൊ ഞാൻ കണ്ടോളൂ. നീ ആ മറ്റേ ഗൂഗിൾ പേയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ആ ഒന്ന് എന്റെ ഗൂഗിൾ പേ അറിയില്ലേ അയച്ചേക്കും. അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ മറ്റേ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഓടിയത്. മാസ്ക് 7 വണ്ടിയാ. ഒരു മിനിറ്റ് 7 വണ്ടി ഉണ്ടല്ലോ കുറുപ്പേ. 7 വണ്ടി ഉണ്ട്. ഹലോ എടാ 7 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. 7 വണ്ടി ഉണ്ടെന്ന്. ഹലോ 7 വണ്ടി ഉണ്ട് കുറുപ്പേ. 7 വണ്ടി ഉണ്ട്. 7 വണ്ടി ഉണ്ടോ? ആ എടാ നമ്മുടെ 7 വണ്ടി ഉണ്ടോ? ഞാൻ ഡ്രൈവേഴ്സിന് പറഞ്ഞുതരാം. സെഡ്നസ് ഏത് വണ്ടിയാ മാറ്റി? ഓക്കെ ഓക്കെ 15 ആണ്. എടാ നമുക്ക് ടർഫ് മാത്രമേ ഉള്ളൂ 12, ബാക്കിയൊക്കെ 15 ആണ്. എവിടെ പോയി മർസഡ്? എവിടെ പോടാ? എവിടെ പോയി മർസഡ്? എവിടെ പോയി? ഇവിടെ ഇല്ല ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ സ്പെക്ക് ചെയ്യാം. MRZ വേഴ്സസ് PD ഒരു കൺസൈൻമെന്റ് ആണ് ഗൈസ്. MRZും PDയും തമ്മിലുള്ള ഒരു കൺസൈൻമെന്റ് ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 പേരാണ് MRZയിലുള്ളത്. 15 പേര് ഒരു 6 വണ്ടിയും ഒരു ട്രക്കുമാണ് അവരുടെ കയ്യിലുള്ള. ട്രക്ക് കട്ടാനഡല്ലാണ് ട്രക്ക് ഓടിക്കുന്നത്. ആമി വെൽക്കം സ്ട്രീം, മാസ്കെ വെൽക്കം സ്ട്രീം, ആർട്ടിക്സ് വർട്ടിക്സ് വെൽക്കം സ്ട്രീം. ഓക്കെ ഇവിടെ KP വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. KP ഓക്കെ ഇവിടെ MRZന്റെ വെഹിക്കിൾസ് ഓൺഗോയിങ്ങിലാണ് ഇപ്പൊ കറന്റ്. PD വന്ന് പിറ്റ് ചെയ്യുന്നുണ്ട്. PD കരിമീൻ അവിടെ MRZ കരിമീൻ കോഡ് ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. കരിമീൻ കോഡ് വെഹിക്കിൾസിനിട്ട് ഫയർ ചെയ്യുന്നു. കരിമീൻ കോഡിന്റെ ഭാഗത്തു നിന്നാണ് MRZന്റെ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാ PD രണ്ട് സൈഡിലും PDയുടെ വണ്ടി വെച്ചിട്ട് MRZന്റെ മറ്റേ കൺസൈൻമെന്റ് ട്രക്കിന് ബ്ലോക്ക് ചെയ്യുന്നു. ഇതാ തിരിച്ച് കൺസൈൻമെന്റ് ട്രക്ക് പോകുന്നു. 3 4 5 6 വണ്ടി. ഓക്കെ കൺസൈൻമെന്റ് ട്രക്ക് തിരിച്ച് വന്ന ലൊക്കേഷനിലേക്ക് തന്നെ പോകുന്നു. ഇതാ കട്ടാനാഡൽ ഇതാ കൺസൈൻമെന്റ് ട്രക്കുമായി ഇതാ വരുന്ന PD വണ്ടികളെല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് മുന്നേറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാ കത്തിപ്പോയ ആളോടെ കട്ടാന കത്തി. ഇതാ കൺസൈൻമെന്റ് ട്രക്ക് ഡ്രൈവർ ഇവിടെ കത്തിപ്പോയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൺസൈൻമെന്റ് ട്രക്കിന്റെ ഡ്രൈവർ കത്തിപ്പോയിരിക്കുന്നു. ഇതാ അടുത്തൊരു ഡ്രൈവർ മിന്നൽ മാക് ഇതാ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു. ഇതാ മിന്നൽ മാക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നത് മിന്നൽ മാക്. ഇതാ PDയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ PD നല്ല രീതിക്ക് ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാഷ്വാലിറ്റിയോ കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിക്കുന്നില്ല. ഇതാ കൺസൈൻമെന്റ് ട്രക്ക് ഇപ്പോൾ റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മിന്നൽ മാക്കാണ് കൺസൈൻമെന്റ് ട്രക്ക് ഇപ്പോൾ ഡ്രൈവർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ശരിയല്ലേ മുടിയൊക്കെ വെട്ടിയപ്പോൾ തലക്കനം കുറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് കൺസൈൻമെന്റ് മറ്റേ കമ്പ്യൂട്ടറൊക്കെ ഓക്കെ. MRZ ഇവിടെ കുത്തിയിട്ടുണ്ട് ഗൈസ്. MRZ ഇവിടെ കുത്തിയിട്ടുണ്ട്. PD ഇവിടെ കുത്തിയിട്ടുണ്ട്. MRZ വേഴ്സസ് PD. ഇതാ MRZ ചാർലിയുടെ ഭാഗത്ത് ഫസ്റ്റ് പിക്ക് വന്നിരിക്കുന്നു. ചരൺ DS അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. രാജ്ഭായ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ആന്റണി വക്കർ ഒരു പിക്ക്. ആന്റണി വക്കർ അവിടെ 2 പിക്ക് എടുത്തിട്ടുണ്ട്. ആന്റണി വക്കർ സെഡ്നസ് ഡുവർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. കാലിദ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ചരൺ DSന്റെ അടുത്തൊരു പിക്ക്. കറ്റലാണോ ഡൂം അവിടെ ഒരു പിക്ക്. സെഡ്നസ് ഡുവർ അടുത്തൊരു പിക്ക്. കറ്റലൻ ഡൂമിന്റെ അടുത്തൊരു പിക്ക്. മാർക്കോ ഒരു പിക്ക് എടുത്ത്. ഗബ്രിയൽ മാർക്കോ. അമ്പാൻ പ്രോ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MRZന്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടി പിക്കുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതാ ഗീകോപ്പി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ആർത്തർ മുറുകൻ ഒരു പിക്ക്. കാസ്റ്റലാനോ ഡൂം അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കാസ്റ്റലാനോ ഡൂം 3 പിക്കാണ് എടുത്തിരിക്കുന്നത്. ഒസ്കാരി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഒസ്കാരി അവിടെ ഒരു പിക്ക്. ഇതാ MRZന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ MRZന്റെ അത്യാവശ്യം പ്ലേസ് ഉള്ള ഡൗൺ ആയിട്ടുണ്ട്. കാസ്റ്റലാനോ ഡൂമിന്റെ 4ാമത്തെ പിക്ക്. കാസ്റ്റലാനോ ഡൂം 4 പിക്ക്. ഇതാ ബിജു അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇതാ കിഡു ഡൗൺ ആയിട്ടുണ്ട്. എടാ ജിയർ മേടിച്ചേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇവിടെ MRZന്റെ അത്യാവശ്യം പ്ലേസ് ഉള്ള ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. PD ഇവിടെ അത്യാവശ്യം പിക്കാണ് എടുത്തിട്ടുള്ളത് MRZന്റെ ഭാഗത്ത്. ഇനി ആരുണ്ട് MRZൽ? ഇനി ബാക്കി അവശേഷിക്കുന്ന ആരെല്ലാം
MRZ ഇനി അവശേഷിക്കുന്നത് ഐ തിങ്ക് മിന്നൽ മാക് മാത്രമാണോ? മിന്നൽ മാക്കിന്റെ കൺസൈൻമെന്റ് ട്രക്ക് മാത്രം അവശേഷിക്കുന്നു. എനിക്ക് തോന്നുന്നത് മിന്നൽ മാക്കിന്റെ കൺസൈൻമെന്റ് ട്രക്ക് മാത്രം കൺസൈൻമെന്റ് ട്രക്ക് സേഫ് ആക്കി കയ്യിൽ വെക്കാൻ പറ്റുമോ? അതാണ് ഇനിയുള്ള ചോദ്യം. 45 മിനിറ്റ് കൺസൈൻമെന്റ് ട്രക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ പിടിയിൽ അവശേഷിക്കുന്നത്? പിടിയിൽ എത്ര പേര് ബാക്കിയുണ്ടാ? 3 പേരാന്ന് തോന്നുന്നു. 3 പേരുള്ളൂ. ഇവരെത്ര പേര് കത്തി? ഒറ്റ ഒരാളല്ലേ കത്തിപ്പോയിട്ടുള്ള MRZ? കത്തിയ ആളെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ കേട്ടോ. മറ്റേ കട്ടാനടല് മാത്രം കത്തിയിട്ടുള്ള ഡ്രൈവർ ആയിരുന്നു. ആ വണ്ടിയിൽ ഒട്ടിച്ചോണ്ട് പോയാലേ. ഇതാ മിന്നൽ മാക്കിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. മിന്നൽ മാക്ക് മാത്രം അവശേഷിക്കുന്നു ഇപ്പൊ കറന്റ്. നമുക്ക് നോക്കുകയാണെങ്കിൽ മിന്നൽ മാക്ക് കറന്റ് മാക്ക ഹലോ, ഓഫ് റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ലേ മാക്ക? ഹലോ, ഈ റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല മാക്ക്. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എടാ ഈ റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഡെവില്. ഓഫ് റോഡാ. നോക്കിയേ, മെയിൻ റോഡ് തന്നെ യൂസ് ചെയ്യണ്ടേ കൺസൈൻ ട്രക്ക്? ഡെവിലേ ഹലോ. ഡെവിലേ പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, എന്തിനാ കാര്യം ചോദിക്ക്. ഹോൾഡ് ഒന്നും അതും ഹെൽപ്പ് മാത്രം കൊടുത്താൽ മതി. അത് കൊടുത്താൽ മതി. സാധനം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതാ കൺസൈൻമെന്റ് ട്രക്ക് നമ്മുടെ മിന്നലിന്റെ കയ്യിലാണ് കറന്റ് ഉള്ളത്. കൺസൈൻമെന്റ് ട്രക്ക് ഡൗൺ ആയിട്ടുണ്ടായില്ലേ? എന്നാ വലിച്ചിട്ട് കൊടുക്ക്. ഇല്ല കെക്ക് ഒരു പിക്ക് എടുത്ത് കണ്ടായിരുന്നു. ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതാ ഇനിയും ഒരു 40-35 മിനിറ്റോളം ബാക്കി നിൽക്കുമ്പോൾ ഇതാ മിന്നൽ മാക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും കൺസൈൻമെന്റ് MRZന്റെ കയ്യിലാണ്. MRZന്റെ കയ്യിലാണ് കൺസൈൻമെന്റ് ഉള്ളത്. ട്രക്ക് ഹോൾഡ് ചെയ്താൽ മാത്രം മതി MRZന്. MRZന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ട്രക്ക് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് PDയുടെ ഭാഗത്തേക്ക് സ്പെക്ക് പോകുമ്പോൾ PD ആർത്തർ മുരുകൻ. യെസ്, ആർത്തർ മുരുകൻ. അതുപോലെ തന്നെ കസ്റ്റല ഡൂം. കിൽഫീഡിൽ നോക്കിയാ ഡൗൺ ആയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്താ? ഓക്കെ ഡൺ. ഓക്കെ, ബിജു, പിന്നെ കാസ്റ്റൽഡോ ഡൂം, പിന്നെ അതുപോലെ തന്നെ MRZന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ MRZന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബ്രൂസും കറണ്ടിയോസും ഇവിടെ ഉണ്ടല്ലോ. എടാ ഇവരൊന്നും GR അടിച്ചിട്ടില്ലേ? ഹലോ, ഞാൻ അടിക്കട്ടെ ഇവിടെ. ഞാൻ ഇവിടെ അടിക്കട്ടെ. ചരണ്ടിയോസ് ഒക്കെ ഡൗൺ ആയി എടുക്കുന്നു. MRZന്റെ ഈ വെഹിക്കിൾ ഒന്ന് ഡീവ് ചെയ്തേക്കട്ടോ. അല്ല വേണ്ട, കത്തിപ്പോയിട്ടുണ്ട്. വേണ്ട, പ്ലേയേഴ്സ് കത്തിപ്പോയിട്ടുണ്ട്. അവസാനം ഇനി വണ്ടി ഇല്ലാണ്ട് നമ്മളിതാ. അതാ ഞാൻ പറഞ്ഞേ. ആരാ പോയേ? കട്ടാനടല്. കട്ടാന വന്നിട്ടുണ്ട്. കട്ടാനടൽ. എന്തരാടാ അവിടെ? സിതാനാണ്. KV സിതാനാണ്. കാസ്റ്റലോടും സിതാൻ. PDക്ക് ഇതുവരെ MRZന്റെ വെഹിക്കിള് കണ്ടുപിടിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. MRZന്റെ വെഹിക്കിൾ സ്റ്റിൽ PDക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഷെയ്ക്ക് ഉണ്ടായിരുന്നോ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ? ഇല്ലല്ലോ. ഓക്കെ. കട്ടാനഡലും പിന്നെ ബ്രൂസ് ഉണ്ട്. ബ്രൂസ് ലൈവ് ഉണ്ട്. ബ്രൂസ് ഉണ്ട്. പിന്നെ
ഇതാ കാസ്റ്റൽ ഡൂം ഇവിടെ വന്നിരിക്കുന്നു. കാസ്റ്റൽ ഡൂം ബ്രൂസിന് ഇവിടെ കണ്ടിട്ടില്ല. ബ്രൂസ് ഇവിടെ 3 പേരുള്ളു. മറ്റേ മിന്നല്, പിന്നെ മാക്ക്, പിന്നെ ബ്രൂസ്, പിന്നെ കട്ടാനടല്. അല്ലല്ല പീഡി 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 2 പേരൊന്നല്ല, അതിന് മേലേക്കുണ്ട്. ഒരു മേലേക്കുണ്ട്. ഹായ് ജയ്ക്ക്. പീഡി 5 പേരുണ്ട്. 5 പേരുണ്ട് പീഡി. നമസ്കാരം ഡെവിൽ. നമസ്കാരം ബാക്കു. നമസ്കാരം സ്പൈ. നമസ്കാരം. 9 പീഡിണ്ടാ? ഇല്ലടാ, 9 പീഡി ഒന്നും ഉണ്ടാവില്ല. 9 പീഡി ഉണ്ടാവില്ല. ഉണ്ടെന്ന് തോന്നുന്നില്ല ആക്ച്വലി. അത്യാവശ്യം പ്ലേസ് ഡൗൺ ആയിട്ടുണ്ട്. ആർത്തർ അമേരിക്കൻ ബായി 8-9 പീഡി റോക്ക്വുഡിന്റെ അകത്തുണ്ട്. 9 പീഡി റോക്സ്വുഡിന്റെ ഉള്ളിലുണ്ട്. ഒന്ന് സ്പെക്ക് ചെയ്ത് നോക്കിയേ. പീഡി ഇവിടെ ഒരു 3 പേരെ എനിക്ക് കാണാൻ പറ്റുന്നു. ഇല്ല, ഷാഡോനെ നോക്കണ്ട. ഷാഡോനെ നോക്കണ്ട. KP അത് എന്തുള്ളു. ഷാഡോ നോക്കണ്ട. KVP നോക്കണ്ട. ജെക്സീനെ നോക്കണ്ട. അത് KVP. ഓക്കെ, 7 പീഡി എന്തുണ്ട്. 7 പീഡി. MRZ ഇനി തോന്നുന്നു 3 പ്ലേസ് മാത്രം അവശേഷിക്കുന്നു. MRZന്റെ പ്ലേസിന്റെ ഭാഗത്തേക്ക് സ്പെക്ക് പോകാം. MRZന്റെ ബ്രൂസിന്റെ അടുത്താണ് നമ്മൾ. തൊട്ടടുത്തായിട്ട് ബ്രൂസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രൂസിന്റെ വണ്ടി ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. MRZ ഇടിച്ചിട്ട് നന്നാക്കി കൊടുക്കുന്ന നന്മയുള്ള ലോകമേ. ഇവിടെ കീകോപ്പി വണ്ടി നന്നാക്കി കൊടുത്തായിരുന്നു. ഇപ്പൊ MRZന്റെ മറിഞ്ഞ വണ്ടി, ബ്ലോക്കായ വണ്ടി. ഈക്കോനോട് ചോദിക്കണം അതെന്തായിരുന്നു സംഭവം. ഡേവിഡേ, വെൽക്കം സ്ട്രീം. ഓക്കെ, MRZന്റെ ബ്രൂസിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ബ്രൂസ് എന്തരാ പ്രശ്നം? എന്തരീ നിർത്തവാ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഗീക്കോ സ്റ്റിൽ റണ്ണിങ് ഫോർ ദ ബ്രൂസ്. ഒരു 1v1 സിറ്റുവേഷൻ വിത്ത് ബ്രൂസ്. ബ്രൂസിനെയാണ് ഇപ്പോൾ സ്റ്റിൽ ഇവിടെ ഗീക്കോ ഫോളോ ചെയ്യുന്നത്. കൺസ്യൂമർ ട്രക്ക് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് നമുക്ക് മിന്നലിന്റെ ഭാഗത്തേക്ക് പോകാം. മിന്നലിനെ നമുക്ക് സ്പെക്ക് ചെയ്യാം. മിന്നലിനെ സ്പെക്ക് ചെയ്യുന്ന സമയത്ത് മിന്നൽ ഈസ് ഓൺ ദ വേ. ഒരു ഹൈറ്റിൽ ഉള്ള ഒരു ഏരിയയിലാണ് കളിക്കുന്നത്. അത് ഓൾറെഡി ഈ ഏരിയ കൂടെ പീഡി നേരത്തെ പോയതുമാണ്. PD പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, മിന്നൽ ഐ തിങ്ക് പെട്രോള് കഴിഞ്ഞിട്ടുണ്ട്. മിന്നലിന്റെ മാക്കിന്റെ പെട്രോൾ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ എന്താ, ട്രക്ക് സേഫ് ചെയ്യാന്നുള്ളതല്ല അവരുടെ ഇത്. ബ്രോ അവര് ട്രക്ക് വേറെ ലൊക്കേഷനിലും പ്ലേയേഴ്സ് വേറെ ലൊക്കേഷൻ കളിക്കുന്നതിന് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ ഡേവിലെ. ട്രക്ക് റണ്ണിങ് ആയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ നമുക്ക്. ട്രക്കിനെ സേവ് ചെയ്യാന്നുള്ളതല്ല അവർക്ക്. അതില് വലുതൊന്നും ഇല്ലല്ലോ കൺസൈൻമെന്റ് അടിച്ചെടുക്കാൻ. ട്രക്ക് സേവ് ചെയ്താ പോരെ. അവർക്ക് ട്രക്ക് ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് പ്ലേയേഴ്സിനെ ബെയിറ്റ് കൊടുത്ത് ട്രക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ മാറ്റി കളിക്കാം. അവര് ടൈമിന് കളിക്കാം, അവരുടെ ഇഷ്ടമാണ്. ടൈമിന് കളിക്കണം, അറ്റൈമിന് കളിക്കണം എന്നുള്ളത്. കണ്ടെയ്ൻമെന്റിൽ റോഡ് വെച്ചേക്കുന്നത് മൊത്തം ട്രക്കിനാണ്. ട്രക്ക് ഓഫ് റോഡ് കയറാൻ പാടില്ല, ട്രക്ക് നിർത്തിയിടാൻ പാടില്ല, അങ്ങനെയാണ്.
ടൈം കഴിയുമ്പോ തീരത്തില്ലേ ഇത്? 35 മിനിറ്റ് ട്രക്ക് ഹോൾഡ് ചെയ്ത ആരാണോ ട്രക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്, ഗ്യാങ് ആണെങ്കിൽ ഗ്യാങ്, പീഡി ആണെങ്കിൽ പീഡി. ഓക്കെ, ഖട്ടാനഡൽ is still safe. എന്റെ നാവ് എനക്ക് ഈയിടായിട്ടുണ്ടല്ലോ വെറും വെള്ളിയാ, സീരിയസ്ലി ഞാൻ പറയില്ല, വെറും വെള്ളിയ എന്റെ നാവ്. എടാ ഗീക്കോ ബ്രൂസിനെ നല്ല രീതിക്ക് ചേസാണ്, ഒരു നല്ല കിടിലൻ ചേസാണ്. ബ്രൂസ് വേഴ്സസ് ഗീക്കോ, ഗീക്കോപ്പിയാണ്. ബ്രൂസും ഗീക്കോപ്പിയും തമ്മിലുള്ള ഒരു കിടിലൻ ചേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രൂസ് വേഴ്സസ് ഗീക്കോപ്പി. ട്രക്ക് സ്റ്റിൽ ട്രക്ക് അവരുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. എന്തരടാ ഇത് ചാറ്റ് ഒരുമാതിരി എപ്പോൾ ആക്കിയാലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ. ഇതൊരു മര്യാദയ്ക്ക് ഒരു സിറ്റുവേഷൻ സ്പെക്ക് ചെയ്തിട്ട് ചാറ്റ് വായിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, ബ്രൂസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ബ്രൂസ് ഇവിടെ ഇറങ്ങിയിട്ട് അടിക്കുന്നുണ്ട്. ബ്രൂസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫയറിങ്, ബ്രൂസ് ഒരു ഫയറിങ് ചെയ്യുന്നു. ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ ബ്രൂസ് ഇല്ല റിപ്പയർ ഫ്യൂവല് ഇത് ചെയ്യാൻ നിർത്താം, മനസ്സിലായോ? അത് മാക്സിമം 2 to 3 മിനിറ്റ്സിനുള്ളിൽ തിരിച്ച് ട്രക്ക് എടുത്തുകൊണ്ട് ലൊക്കേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. എടാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയും ടൈം ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ പറയും ഏതെങ്കിലുമൊക്കെ ഒരു ചാറ്റ് മിസ്സായി പറഞ്ഞു, അവൻ അടിച്ചില്ല, ആ ടീമിനാണ് സപ്പോർട്ട്, നമ്മൾ ഈ ടീമിനെ സപ്പോർട്ടല്ല, അവനടിച്ചില്ല ഇവനടിച്ചില്ല. അതുകൊണ്ടാണ് മെയിൻലി ടൈം ഔട്ട് ഒഴിവാക്കിയേക്കുന്നത്. മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്മാരോട് തെരുവേലി മാത്രം ടൈം ഔട്ട് അടിച്ചാൽ മതി. പിന്നെ ഒരുമാതിരി അത്രയും അൾട്ടർ വൾഗർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുമാതിരി രീതിക്ക് പോകുമ്പോൾ മാത്രം ഇതാക്കിയാൽ മതി. ഗൈസ്, നിങ്ങൾക്ക് ഒരു കേസ് പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു മെമ്പർഷിപ്പിൽ ലോഗോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഉപകാരമാവും, നിങ്ങൾക്ക് ആ ലോഗോസും സ്പാം ചെയ്തോ. ലോഗോ സ്പാം ചെയ്തോ, നിങ്ങൾ ഒരു വിഷയമില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് ലോഗോ എത്ര വേണമെങ്കിലും സ്പാം ചെയ്തോ, ഒരു പ്രശ്നമില്ല, മനസ്സിലായോ? അപ്പം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക. ദിസ് ഈസ് ബിസിനസ്. ഓക്കെ, ഗീക്കോ വേഴ്സസ് ബ്രൂസ് ഇപ്പോഴും ഒരു 1v1 നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പിറ്റിംഗ് ആണ്. പിടിയുടെ ഈ ഒരു 6x6 എന്ന് പറയുന്ന ഒരു കിട്ടിലും പവറുള്ള ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു രീതിക്ക് പിറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. എടാ ഈ ഒരു സംഭവം കുഴപ്പമില്ല, എങ്ങനെ സ്പാമിങ് അല്ലേ, ഈ ഒരു സംഭവം എനിക്ക് കുഴപ്പമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പീഡി 7 പീഡി ഉണ്ട്, 7 പീഡിയാണുള്ളത്. 7 പീഡി. ഇതിൽ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വരുന്നില്ല, മനസ്സിലായാ? ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വരുന്നില്ല, സമാധാനമായിട്ട് പോകുന്നുണ്ട്, മനസ്സിലായില്ല? ഈ ഒരു സംഭവം അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ബ്രൂസ് ആൻഡ് ഗീക്കോ ഇവിടെ ഇറങ്ങി അടിക്കുമ്പോ ഗീക്കോ വേഴ്സസ് ബ്രൂസ് ഒരു ഫയറിങ് നമുക്ക് കാണാൻ സാധിക്കുമോ? ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു ബ്രൂസ് ഒരു ഫയറിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണെന്ന്. പക്ഷെ ബ്രൂസിന്റെ വെഹിക്കിൾ അവിടെ പോയിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ബ്രൂസിന്റെ വെഹിക്കിൾ ഇല്ല അവിടെ. ബ്രൂസിന്റെ വെഹിക്കിള് കത്തിപ്പൊട്ടിത്തെറിച്ച് പോയിരിക്കുന്നു. MRZ ബ്രൂസ് ആണ് ഇവിടെ കറന്റ് ഇറങ്ങി നിന്ന് അടിക്കാൻ നോക്കുന്നത്. പക്ഷെ ഗീക്കോപ്പി ഇവിടെ ഹീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗീക്കോ റീഫ്രഷ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ടുണ്ട്. മെമ്പേഴ്സ് ഓൺലി ആക്കണ്ടേ? ഇതാരെ കളിക്കുന്നു? മെമ്പേഴ്സ് ഓൺലി ആക്കണ്ടേ? അത് വേറെ ചോക്കാം. മെമ്പേഴ്സ് ഓൺലി ആക്കണ്ടേ? എല്ലാവരും ചാറ്റ് ഇട്ടോട്ടെ. 7 vs 3 എന്തോ ആണ് കറന്റ് ഉള്ള സിറ്റുവേഷൻ. ഇപ്പൊ ഇനി ബ്രൂസിന് പോവാ എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് ഏറിയൊരു പരിപാടി തന്നെയാണ്. ബ്രൂസിന് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പോവാ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ കട്ടാനഡല്. ഓക്കെ, ആർത്തൂർ മുരുകൻ വെസിസ് കട്ടാനഡല്. ഒരു 1v1 സിറ്റുവേഷൻ. കട്ടാന ഡൗൺ ആയിരിക്കുന്നു. ആർത്തൂർ മുരുകനാണ് കട്ടാന ഡൗൺ ആക്കിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന വെറും 2 പേര് മാത്രം. 2 പേര് മാത്രം ട്ടാ. ഇനി MRZ ഇനി അവശേഷിക്കുന്ന 2 പേര് മാത്രം അവശേഷിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ബ്രൂസ് ആൻഡ് ഷെയ്ക്ക് അല്ല മിന്നൽ മാക്ക് ആണുള്ളത്. പക്ഷെ
ബ്രൂസിന്റെ ഭാഗത്തേക്കാണെങ്കിലോ മിന്നൽ മാക് നമ്മളെ കട്ടാന, ഞാൻ വിചാരിച്ചു കട്ടാന വന്ന് നേരെ ബ്രൂസിനെ പിക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്നു. പക്ഷെ ഇപ്പൊ കറന്റ് ബ്രൂസിന് നല്ല രീതിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ബ്രൂസിന്റെ പണി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗാങ് വണ്ടി ഇല്ല. കൺസെമിന്റിൽ വേറെ വണ്ടി എടുക്കാനും പറ്റത്തില്ല. കൺസെമിന്റ് വേറെ വണ്ടി എടുക്കാനും പറ്റില്ലല്ലോ, ഗാങ് വണ്ടി തന്നെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിലെ ഗാങ് വണ്ടി തന്നെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ബ്രൂസ് പെട്ടു, ബ്രൂസിന്റെ വണ്ടി കത്തിപ്പോയി അവിടെ, ഒറ്റയ്ക്ക് പെട്ടു. ആ പീഡി വണ്ടിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അതല്ലാണ്ട് മറ്റേ വേറെ വണ്ടീസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ബ്രൂസ് അവിടെ ഗീക്കോനെ ഡൗൺ ആക്കി. ഓക്കെ, ബ്രൂസ് അവിടെ ഗീക്കോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. കറന്റ് ബ്രൂസിന് അവിടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇല്ല, ബ്രൂസും ഡൗൺ ആയിട്ടുണ്ട്. ബ്രൂസും ഡൗൺ ആയിരിക്കുന്നു. അവിടെ ഗീക്കോനെ പിക്ക് എടുത്തെങ്കിലും ബ്രൂസ് അവിടെ ഡൗൺ ആയി പോയിട്ടുണ്ട്. ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ബ്രൂസ് ഡൗൺ ആയി പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ വിചാരിച്ചു ആ ബ്രൂസ് അവിടെ ആ ഒരു പിക്ക് എടുത്തത് കൊണ്ട് ആ ഒരു വെഹിക്കിൾ ബ്രൂസിന് അവിടെ കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, സ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മിന്നൽ. ടൈം എത്ര ഇതിന്റെ കൺസെപ്റ്റ് തുടങ്ങിയിട്ട്? ഡെവില നോക്കുന്നത്. ഓക്കെ, ഇനി അവശേഷിക്കുന്നത് XPD 1 2 3 4 5 5 6 പേര് അവശേഷിക്കുന്നു പീഡിയിൽ. 6v1 അല്ലേ ലാസ്റ്റ്. പിന്നെ മാക്കിനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടിക്കാനും പാടില്ലല്ലോടാ. അല്ല, മറ്റേ കൺസെൻട്രക്ക് റണ്ണിങ് ആയിരിക്കണേ, ഇറങ്ങി അടിക്കാൻ പാടില്ലല്ലോ. ആ അങ്ങനെ വരുമ്പോഴൊക്കെ, അതല്ലാണ്ട് മറ്റേ ഡയറക്റ്റ് ഇറങ്ങി അടിക്കാൻ പറ്റില്ലല്ലോ. ആ അതാ ഞാൻ ചോദിച്ചേ. ഈ ഒരു 20 മിനിറ്റ് അവശേഷിക്കുന്ന 20 മിനിറ്റ് ഹോൾഡ് ചെയ്യുക അല്ലേ? 20 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇവർക്ക് ഇവരുടെ കൺസ്യൂമെന്റ് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇവരുടെ കയ്യിലെത്തുന്നതാണ്. ഇപ്പൊ കറന്റ് ഇനി അവശേഷിക്കുന്ന വെറും 20 മിനിറ്റ് മാത്രമാണ്. സെയിം ലൊക്കേഷൻ ഹോൾഡ് അല്ലേ, നമുക്ക് റണ്ണിങ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂടാ. നമുക്ക് ആ ഒരു ഏരിയ തന്നെ മറ്റേ മേലേക്ക് പോയി, അതായത് മേലെ തൊട്ടിങ്ങനെ താഴെ ഇറങ്ങി അങ്ങനെ കളിക്കാൻ പറ്റില്ല. അതായത് ഈ ഒരു ലൊക്കേഷൻ മേലേക്ക് പോയി തിരിച്ച് ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടോ കുഴപ്പമില്ല, മനസ്സിലായോ? ഇപ്പൊ മാക്കിന് ചെയ്യാൻ പറ്റുന്നത് ഒറ്റൊരു കാര്യം മാത്രമാണ്. ഇപ്പൊ കറന്റ് ഇനി ഉള്ള ഈ ഒരു കൺസൈൻമെന്റ് ട്രാക്ക് ഹോൾഡ് ചെയ്ത് സേഫ് ചെയ്യുക എന്നുള്ളത്. പീഡി 15 vs 15 സിറ്റുവേഷൻ ആടാ. 15 vs 15. പക്ഷെ മാക്സിന് ഏറ്റവും വലിയ പ്രശ്നം വരാൻ വന്ന ഈ റോഡില് പീഡി പിറ്റ് ചെയ്ത താഴെ വീണ ട്രക്ക് പിന്നെ എടുക്കാൻ പാടാ. നമുക്ക് ആർത്തർ മുരുകനാണ് തൊട്ടടുത്തായിട്ട് കാണിക്കുന്നത്. ഒരു 600 മീറ്റർ ഡിസ്റ്റൻസിൽ ആർത്തർ മുരുകനെയാണ് കാണിക്കുന്നത്. എന്തിനാടാ, എന്തിന്റെ ഹെൽപ്പ് എന്താ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈം വേണം പീഡിക്ക്. നമ്മുടെ അവരുടെ പറഞ്ഞേക്ക് ട്രക്ക് റോഡുകളിൽ കൂടെ തന്നെ മര്യാദക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്മിൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ നിർത്തിയിടുന്നില്ല, റോഡുകൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ഇപ്പൊ ഇതാ കസ്റ്റലാനോ ഡൂമിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇതുവരെ കൺസൈൻമെന്റ് ട്രക്ക് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇതാ സിദാൻ ഇവിടെ എടുത്തിട്ടുള്ള 4 പിക്കാണ്. ആ ഒരു സിദാൻ കസ്റ്റലാനോ ഡൂം ആണ് സിദാൻ എന്ന് പറയുന്നത്. പഴയ ഓൾഡ് KVA സിദാൻ. ഓക്കെ, ഏത് വണ്ടിയാടാ വേറെ? ഏത് വണ്ടിയാടാ? പേര് പറ. സ്പോട്ട് ചെയ്താ പിറ്റിങ് തുടങ്ങിയ? യെസ്, അതെ അവിടെ പിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
ഒസ്കാറയാണ് അവിടെ PD വണ്ടി മറ്റേ കൺസൈൻമെന്റ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. കൺസൈൻമെന്റ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. വണ്ടിക്ക് കുറച്ച് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ. ഈ ഒരു ഏരിയയിൽ കളിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കൺസൈൻമെന്റ് ട്രക്ക് വെച്ചിട്ട് ഈ വണ്ടി തെറിച്ചു പോവാൻ നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു ഏരിയയിൽ. ഇതാ MRZ വേഴ്സസ് PD. ഇനി 1v7 ആണ്. എടാ 1v7 അല്ലേ ലാസ്റ്റ്? ഓക്കെ, PD ഇവിടെ ഇറങ്ങി അടിക്കുന്നു. അലി ബൈ പ്ലേസ് ആണ് ഇറങ്ങി അടിക്കുന്നത്. കൺസൈൻമെന്റ് ട്രക്ക് 1v7 അല്ലേ? 1v6 മറ്റേ ഗീക്ക് ഡൗൺ ആയല്ലോ അല്ലേ? ഓക്കെ, മിന്നൽ മാഗ്നിക്. എന്റെ മോനെ, അതൊരു കിടിലം ഫയർ. ആർത്തൂർ മുരുകൻ എത്തിയിരിക്കുന്നു. ആർത്തൂർ മുരുകൻ വണ്ടി ഇടിച്ച് വെള്ളത്തിൽ കളയാൻ സാധിക്കുമോ? ഒയ്യോ, ജസ്റ്റ് മിസ്സിന് തൊട്ട് അലിബായ് പ്ലേസിന്റെ വണ്ടി ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടിരിക്കുന്നു. ബിജു ഓ മൈ ഗോഡ്, ബിജു ഈസ് ഫയറിംഗ്. മിന്നൽ മാക് ഒറ്റയാൾ പോരാളി. മിന്നൽ മാക് മാത്രം അവശേഷിക്കുന്നു. 1v6 ആണ് ഇപ്പോൾ കറന്റ്. PD വേഴ്സസ് MRZന്റെ സിറ്റുവേഷൻ ഒരു 1v6 ആണ്. ഒസ്കാരി എല്ലാവരും അവിടുന്ന്. ഓക്കെ, മിന്നൽ മാക്, ആർത്തൂർ മുരുകനാണ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. കൺസൈൻമെന്റ് ട്രക്ക് അവരുടെ കൈകളിൽ നിന്നും പോയിരിക്കുന്നു. MRZ കൺസൈൻമെന്റ് ട്രക്കിൽ ഡൗൺ ആയിട്ടുണ്ട്. കൺസൈൻമെന്റ് ട്രക്ക് ആർത്തൂർ മുരുകൻ തിരിച്ചെടുത്തിരിക്കുന്നു. PD തിരിച്ചെടുത്തിരിക്കുന്നു കൺസൈൻമെന്റ് ട്രക്ക്. അത് വിഷയം കുത്തായിരുന്നു. ആദ്യം കുറെ പിക്ക് പോയത് MRZനാണ്. കുറെ പിക്കുകൾ കിട്ടിയത്. ഞാൻ ചോദിച്ചാൽ MRZ അവിടെ ഇതാക്കി. അല്ലല്ല, ആദ്യം MRZന്റെ ഭാഗത്തേക്കാണ് കൂടുതൽ പിക്ക് പോയത്. 3-4 പിക്കുകൾ പോയത് MRZന്റെ ഭാഗത്തേക്കാ. ഇവിടെ മറ്റേ ഇവനില്ലേ സിദാന് 4 വിക്ക് എടുത്തു. സിദാൻ